പല്ലാരിമംഗലം പഞ്ചായത്തിൽ വേറിട്ട പ്രതിഷേധവുമായി UDF അംഗങ്ങൾ. പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ബജറ്റ് അവതരണം നടത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ബജറ്റ് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പല്ലാരിമംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഭരണപക്ഷത്തെ ചില അംഗങ്ങളുടെ വാർഡുകളിലേക്ക് കൂടുതൽ തുക അനുവദിക്കുകയും മറ്റ് മേഖലകളെ അവഗണിച്ചതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷമായ UDF അംഗങ്ങളുടെ പ്രതിഷേധം. കാര്യങ്ങൾ പറയുകയും ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ പല ബഡ്ജറ്റ് അവതരണമായി മുന്നോട്ട് പോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുത്തുകൊണ്ട് ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ ഒപ്പം നിന്ന് കൂടെ നിന്ന് ആളുകളെ നിർത്താൻ പറ്റുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ജനങ്ങളെ ബാധിക്കുന്ന മോഹനമായ തട്ടിപ്പ് വാഗ്ദാനങ്ങൾ നൽകി പല കുടിവെള്ള പദ്ധതികളും ആസൂത്രണം ചെയ്ത് ആർക്കെങ്കിലും പച്ചവെള്ളം കിട്ടിയിട്ടുണ്ടോ? കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും വെള്ളം കിട്ടിയിട്ടുണ്ടോ? 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കുകയോ പാസാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കാത്ത ബജറ്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നേരിട്ട് അവതരിപ്പിച്ച പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ നടപടിക്കെതിരെയാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബജറ്റ് യോഗം ബഹിഷ്കരിച്ച് പുറത്തുവന്ന UDF അംഗങ്ങളായ KM മൈദീൻ, അബൂബക്കർ മാങ്കുളം, അബ്ദുൽ കരീം, അഷിദ അൻസാരി, ഷാജ്മോൾ റഫീഖ്, ഷിബി ബോബൻ എന്നിവർ പ്രതിഷേധിക്കുകയും ബജറ്റ് കത്തിക്കുകയും ചെയ്തു. അംഗങ്ങളുടെ പ്രതിഷേധമറിഞ്ഞെത്തിയ UDF നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. തുടർന്ന് പല്ലാരിമംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.